ഇന്നത്തെ സ്പെഷ്യൽ പുട്ടും ഏത്തപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏത്തപ്പഴം വേവിച്ചതും പിന്നെ ഒരു കോഫിയും പപ്പടവും ഉണ്ടാക്കി. ഏത്തപ്പഴം മാത്രമായിട്ട് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് പപ്പടം ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെയുള്ള കോമ്പിനേഷൻ നല്ലതാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് വിചാരിക്കും എല്ലാ ദിവസവും ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കലാണ്, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും. ഒരു ദിവസമെങ്കിലും വെറുതെ ഒന്നും ഉണ്ടാക്കാതിരുന്നാലോ എന്ന് ആലോചിക്കും. അങ്ങനെയുള്ള ദിവസങ്ങളുണ്ട്. പക്ഷെ അന്നേരം വേറെ എന്തെങ്കിലും, ഇപ്പോൾ പുറത്തുനിന്ന് കഴിക്കുന്ന ദിവസങ്ങളാണെങ്കിൽ അത് വെളിയിൽ പോകുന്ന ദിവസം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അല്ലാതെ ചുമ്മാ വീട്ടിലിരിക്കുന്ന ടൈമിൽ നമുക്കങ്ങനെ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് സിനിമ കാണാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. നമുക്ക് 3 നേരം എന്തെങ്കിലും ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ ഒരു കുഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് അങ്ങനെ ഇരിക്കാനേ തോന്നത്തില്ല. കുഞ്ഞിന് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് വിചാരിക്കും. പിന്നെ എസ്പെഷ്യലി പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് 3 പേർക്ക്. അത് അത്രയധികം ഇൻകം ഇല്ലാത്തൊരു ഫാമിലി ആണെങ്കിൽ, ഒരാളുടെ ഇൻകം ഒക്കെ കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ അത് പിന്നെ നമുക്കത് പോസിബിൾ അല്ല. ഞാൻ